ഇന്നത്തെ ദിവസം എന്താ കാലിൽ തന്നെ തുടങ്ങി നല്ല മഴയാണ്. അപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മോന് ആ ഒരു 7:40 സ്കൂൾ വണ്ടി വരും. അപ്പം മെയിൻ റോഡിലേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവനെ. അവനെ വണ്ടി കയറ്റി കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോൾ 7:40 വണ്ടി വരും. അപ്പോൾ അവനാക്കി വന്നതിന് ശേഷം എന്താ ബാക്കി നമ്മുടെ പണികൾ എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ഈ സാമ്പാർ, ഇന്ന് ദോശയും സാമ്പാറാട്ടോ കാലത്ത്. അപ്പോൾ അവനും അത് സ്കൂളിലേക്ക് ദോശയാണ് കൊണ്ടുപോയിക്കുന്നത്. അവന് സാമ്പാറല്ല ചമ്മന്തി ആട്ടോ ഇഷ്ടം. അപ്പോൾ കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ അരപ്പിനായിട്ട് തേങ്ങ വറക്കാണ്. പിന്നെ ദേ ആകെ അലങ്കോലമായിട്ടാണ് നമ്മുടെ കിച്ചൺ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പെറുക്കി സെറ്റാക്കണം. അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചമ്മന്തി. അപ്പോൾ മോന് ചമ്മന്തിയാണ് ദോശയുടെ കൂടെ കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അതേ കാലത്ത് തന്നെ ഒരു എയർപോർട്ട് പിക്കപ്പ് ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ചായയും ദോശയും കഴിച്ചിട്ട് വേഗം പോയിട്ടാ. പിന്നെ ദേ ഞങ്ങൾക്കുള്ള ചായയാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാലടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അടുപ്പത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ദാ ചായ റെഡിയായി വന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ സാമ്പാറിന് വറുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ചായനെ നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ ഇടയിൽ നമ്മൾ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. അതാ ചായ ഇരിക്കുകയാണ്. അപ്പോൾ ചില ദിവസം എനിക്ക് കാപ്പിയാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ മദറിനിലേക്ക് ചായ കാരണം ഞാനും ചായ എടുത്തു എന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 2 നേരം ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ ചില ദിവസം മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്യുക, ചായ തന്നെ ആക്കും. അപ്പോൾ കുഞ്ഞാറ്റ കാലത്ത് ചൂടൂന് കൊണ്ടുവന്നാക്കാൻ മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതാളെ എനിക്ക് എൻ്റെ കൂടെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്. ഇനിതാ നമ്മളെ അരപ്പിനായിട്ട് നമ്മൾ തേങ്ങ വറുത്തുണ്ടായിരുന്നില്ലേ, അതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ഇതാ ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയായ കാരണം പെട്ടെന്ന് തന്നെ ചൂടായി കഴിഞ്ഞാൽ വേഗം വേഗം ദോശ ചുട്ടെടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്ടിയിൽ ദോശ ഉണ്ടാക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് പാനിനേക്കാൾ എളുപ്പമായിട്ടാ. പിന്നെ അതേ നമ്മളിവിടെ സാമ്പാറിന് അരപ്പ് റെഡിയാക്കി ഉണ്ടാകുന്നില്ലേ, അത് കഷ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് തിളച്ച് വരണം. അതേ നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് മാവ് ഒഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് ഇങ്ങനെ പിടിക്കലൊന്നും ഇല്ല കേട്ടോ. ദോശ അടി പിടിക്കുക എടുക്കാൻ പാട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതിൽ തന്നെയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല മുരിഞ്ഞ ദോശയായിട്ട് വരട്ടത്. അപ്പോൾ അതേ സാമ്പാറിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം. അല്ല ആവശ്യമായിട്ട് പുളിവെള്ളം ഒഴിക്കുന്നത് കണ്ട് ആരും ഞെട്ടൊന്നും വേണ്ട, കാരണം വെള്ളം കൂടി പോയിട്ടാ. അപ്പോൾ പുളി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി കുറവാണ്, അപ്പോൾ ഇത്തിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ. പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇല്ലാണ്ട് എന്ത് സാമ്പാറില്ലേ. മല്ലിയിലയുടെ ഫ്ലേവറാണ് സാമ്പാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മല്ലിയിലയുടെ മണമൊക്കെ. ഇനി ഇതാ ഉപ്പ് കുറച്ച് പോരായെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഇത്രയും ലെങ്ത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ. അപ്പോൾ അതേ ദോശ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തീ കുറച്ചായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ രണ്ടും കാലിയായിട്ട് ഇരിക്കുക കേട്ടോ, അത് കാരണമാണ് ഓയിൽ ആക്കുന്നത്. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ബാക്ക് വശം കാണുമ്പോൾ തന്നെ അറിയാം. മറിച്ചിട്ട് എന്ത് കാണുമ്പോൾ അറിയണില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് വരാം. ഇതെല്ലാവർക്കും ഇങ്ങനെ മുരിഞ്ഞ ദോശയാട്ടോ ഇഷ്ടം. ആർക്കും ഇങ്ങനെ വാടി തളർന്ന ദോശയൊന്നും ഇഷ്ടമില്ല. അതേപോലെ ചൂടോടുകൂടി കഴിക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ നെയ് റോസ്റ്റ് മസാല ദോശ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോശയില്ലേ, അതേപോലെ കേട്ടാ. ദോശ തന്നെ വെറുതെ ഇങ്ങനെ പിള്ളേർ കടിച്ച് കഴിക്കുക, നല്ല കറുമുറയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സൈഡിൽ ഓരോ പണികളായിട്ട്
കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ നന്നായി തിളച്ചൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പിനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇവനെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ സാമ്പാർ അവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ഇതാ നമ്മുടെ പരിപാടി എന്താണെന്ന് നോക്കാം. അതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതിലേക്ക് വെക്കട്ടെ. അപ്പോൾ ഇടയിൽ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ അങ്ങനെ നടക്കും കേട്ടോ, പാത്രം കഴുകലും എല്ലാവരും. അപ്പോൾ ചായ കുടിക്കാറാകുമ്പോഴേക്കും പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ ഒരു വിധം സെറ്റാവും. അതാ ഞാനൊരു 7 ദോശ കേട്ടോ, അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇതാ ഞാൻ ദോശ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആൾ ഒറ്റയ്ക്ക് നുള്ളി കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ നുള്ളിയിട്ട് കൊടുക്കണം. ഉള്ളി വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ചമ്മന്തി ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എരിവ് കുറച്ച് ചെയ്ത് കാരണം ചമ്മന്തിയിൽ മുക്ക് ഇതിൽ മുക്ക ഞാൻ തുറക്ക്. അങ്ങനെതാ ഇനി എൻ്റെ ഊഴായിട്ടാ. അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അതേ എനിക്ക് ഒരു 3-2 ദോശയാണ് ഞാൻ കാലത്ത് കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ നല്ല വിശപ്പ് തോന്നി കഴിഞ്ഞാൽ 3 കഴിക്കും, അല്ലെങ്കിൽ 2 കഴിക്കുള്ളൂ. അപ്പോൾ 2 നമ്മൾ പ്ലേറ്റിൽ വയ്ക്കും, 1 വേണമെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അത് ഇതിങ്ങനെ ചൂടോട് കൂടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അപ്പോൾ ഇന്ന് എന്തായിരുന്നു എല്ലാവരും സ്പെഷ്യൽ? അപ്പോൾ നമ്മുടെ സാമ്പാർ ഒരു തട്ടിക്കൂട്ടി സാമ്പാറാട്ടോ, പ്രത്യേകിച്ച് അങ്ങനെ കഷ്ണങ്ങളൊന്നുമില്ല. ഒരു കഷ്ണം മത്തങ്ങയും തക്കാളിയും പരിപ്പും മാത്രം ഇട്ടിട്ടാട്ടോ, പിന്നെ ഒരു മുരിങ്ങയ്ക്കും ഉണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ കഷ്ണം. കാരണം ഇവിടെ അധികം ആർക്കും കഷ്ണം ഇഷ്ടമല്ല, എല്ലാവരും സാമ്പാറിൻ്റെ ചാറ് മാത്രം എടുക്കുന്ന ആൾക്കാരാണ്. അത് കാരണം ഓവറായിട്ട് കഷ്ണമൊന്നും ഇടാറില്ല. ഇനി ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ അതിനിടയിൽ ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇതേ റെഡി ഉണ്ട്, ചോറ് ഊറ്റാം. അപ്പോൾ കുക്കറിലാട്ടോ നമ്മൾ ചോറ് വയ്ക്കാറ്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചോറൊക്കെ റെഡിയാവും കേട്ടോ. ഇനിതാ സാമ്പാർ മാത്രമല്ല, നമ്മുടെ കറി സാമ്പാർ മാത്രം കൂട്ടി ചോറ് തന്നെ ഭയങ്കര മടി കേട്ടോ. അപ്പോൾ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അത് ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചതാണ്. അത് വെളിച്ചെണ്ണ ചൂടായിട്ട് വേപ്പിലിട്ട് കൊടുത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ടായിട്ട് നമ്മൾ ഉള്ളി വാട്ടണയിൽ വറുത്ത ചെമ്മീനാണ് ഇട്ട് കൊടുക്കുക. തൈര് കുറച്ച് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഫ്രൈ ആകുമ്പോൾ മൂർക്കും കൂടി എടുക്കാമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ചെമ്മീൻ ഫ്രൈയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ സബോള വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാലയൊക്കെ ഇട്ട് റോസ്റ്റാക്കിയതാണ് സബോള. അതിലേക്ക് വറുത്ത ചെമ്മീനിട്ട് ഇളക്കുക. അത്രേ ഉള്ളൂ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ പണികൾ കഴിയുമ്പോഴേക്കും ഒരു ഏകദേശം ടൈം ഒരു 12:30 ഉണ്ട്. ഇനി ഒരു 1:30 ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും.